അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തുടർച്ചയായി മൂന്നാം തവണയും സംസ്ഥാന ഭരണം പിടിക്കാൻ ഇടതുമുന്നണിക്ക് സഹായകരമാകുമോ? തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ ഈ പ്രഖ്യാപനം? ചോദ്യം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിനോടായിരുന്നു. മറുപടി ഇങ്ങനെ: അത് വോട്ടിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നൊക്കെ പറയുന്നത് വികലമായ കാഴ്ചപ്പാടുള്ളവർ മാത്രമാണ്. അതൊരു മനുഷ്യത്വപരമായ ഒരു സാമൂഹ്യ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന ഒരു നിലപാടാണ്. ആ നിലപാടിനോടൊപ്പമാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിച്ച് രാഷ്ട്രീയമായി രാജ്യത്തെ വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന, അതോടൊപ്പം നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരെ കൈപിടിച്ചുയർത്തുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിനല്ലാതെ മറ്റൊരു സാധ്യതയും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്, ഒരിക്കലും വി ഡി സതീശനോ യു ഡി എഫിനോ അതിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവർ ഇങ്ങനെ തമ്മിൽ തല്ലുന്ന ഗ്രൂപ്പുമായി നടക്കുന്ന, അധികാരത്തിനും സാമ്പത്തിക നേട്ടങ്ങൾക്കും വേണ്ടി മാത്രം രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തുന്ന യു ഡി എഫിനെ ഈ നാട് ഭരണമേൽപ്പിക്കില്ല. പ്രതിപക്ഷം അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തെ വിമർശിക്കുകയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റിന്റെ മറുപടി ഇങ്ങനെ: വി ഡി സതീശനും ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ ഒക്കെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് വേണ്ടി ഒരു പോരാട്ടം കൂടി നടത്തിക്കോട്ടെ. കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന ചെന്നിത്തലയെ മാറ്റി സതീശൻ വന്നതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉള്ള പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കൂടി പോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രതിപക്ഷ സ്ഥാനത്തേക്കായിരിക്കും വലതുപക്ഷത്തിൻ്റെ UDFന്റെ മത്സരം. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ഇടതുമുന്നണി സർക്കാർ നടപ്പാക്കുമ്പോൾ പ്രതിപക്ഷം അസ്വസ്ഥരാകുന്നു എന്നായിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവിന് കേരളത്തിൽ ഒന്നും നടക്കാൻ പാടില്ലെന്ന നിലപാടാണ്. LDF പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ് ഇത്തരം പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ എത്തും എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. വന്നിപ്പോൾ ഒരു കേരള വിരോധം ആയിട്ട് ഇത് രൂപപ്പെടുകയാണ്. ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വിരോധവും ഇടതുപക്ഷത്തോടുള്ള വിരോധമെല്ലാം മൂത്ത് കേരളത്തിൽ ഒന്നും നടക്കാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾ പരമപുച്ഛത്തോടെ തള്ളും എന്നല്ലാതെ, ഇതിനോടൊക്കെ സഹതപിക്കുകയല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന നെക്സ്റ്റ് ജെൻ കേരള തിങ്ക് ഫെസ്റ്റ് 2026 ഔദ്യോഗിക വെബ്സൈറ്റ് ഉദ്ഘാടനത്തിന് പത്തനംതിട്ടയിലെത്തിയതായിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും. മന്ത്രി വീണ ജോർജ് വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. നെക്സ്റ്റ് ജെൻ 2026 തിങ്ക് ഫെസ്റ്റ് ഇത് ചിന്തകളുടെ ഒരു ആഘോഷമാണ്. എല്ലാവർക്കും ഇപ്പോൾ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ഇത് പലതലങ്ങളിൽ നമ്മളിതിനെ കാണണമെന്നുള്ളതാണ്. ഒന്ന്, ചിന്തകൾ, അഭിപ്രായങ്ങൾ, ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഒരു പരിധികളില്ലാത്ത ഒരു വേദി. 10 ഡൊമൈൻസിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഇന്നിവിടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ലോഞ്ച് ചെയ്യുമ്പോൾ കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാം ഈ 10 ഡൊമൈൻസിലും. ആ ആശയങ്ങൾ അത് കാണുകയും അത് ഉൾക്കൊള്ളുകയും അതെല്ലാം ഇതിൻ്റെ ഭാഗമാകും എന്നുള്ളതാണ്. ഈ 10 ചർച്ചകൾക്ക് ശേഷം ഒരു പൊതു ചർച്ച കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നും മനസ്സിലാക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവകേരള നിർമ്മിതിയിൽ വളരെ അനിവാര്യമായിട്ടുള്ളൊരു ഇടപെടലാണ്. അത് ഡിവൈഎഫ്ഐ നടത്തുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.